കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മപുരിയിലാണ്. ധർമ്മപുരിയുടെ ഒരു നൈറ്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്, 3 മണി 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ടൗൺഷിപ്പാണ് ധർമ്മപുരി. ആദ്യം നമുക്ക് ധർമ്മപുരിയിലത്തെ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കാണാം. അതിന് ശേഷം ഇവിടെ ഒരു വ്യാപാരമുണ്ട്. ആ വ്യാപാരം എന്താ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ധർമ്മപുരി വന്നിരിക്കുന്നത് പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അതായത് തൃശ്ശൂർ വന്ന് താമസിക്കുന്ന ഒരു തമിഴ് ഫാമിലിയുടെ വീട്ടിൽ വന്ന് പൊങ്കൽ കൂടാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങിയ സമയം ഒരു 3 മണി സമയമായി, പുലർച്ചെ 3 മണി. അപ്പോൾ ഈ നൈറ്റ് വ്ളോഗിങ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ധർമ്മപുരിയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് നൈറ്റിലൂടെ നടക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പാണ്. ഇതാണ് ധർമ്മപുരി ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലുള്ളൊരു സംഭവം കണ്ടു. അത് ഭയങ്കര രസകരമായ സംഭവം തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊന്ന് ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കാണാം. ബസ് സ്റ്റാൻഡിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ഇത് സാധാരണ ഒരു തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ ബസ് സ്റ്റാൻഡ്. ഗ്രാമമല്ല, ചെറിയ ടൗൺഷിപ്പാണിത്. ഇതിൻ്റെ എത്ര വലിയ ടൗൺഷിപ്പാണെന്ന് എനിക്കറിയില്ല. എല്ലാം ബസ് സ്റ്റാൻഡ് പോലെ തന്നെ നല്ല വൃത്തിഹീനാണ്. എന്താ പറയുക, ഒരു വൃത്തിയും വെടുപ്പും ഒന്നുമില്ല ഈ ഭാഗത്തൊന്നും. പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് മറുഭാഗത്ത് ഒരു വ്യാപാരം നടക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കത് അവിടേക്ക് ഒന്ന് പോവാം. ധർമ്മപുരി എന്ന സ്ഥലം നമ്മുടെ സേലത്തു നിന്ന് ഒരു 65 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. നല്ല ഫ്രൂട്ട്സ് മാർക്കറ്റ് അല്ലേ, അടിപൊളി ഫ്രൂട്ട്സ് മാർക്കറ്റ്. ആപ്പിളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവമേ പൂ മാർക്കറ്റാണ്. ഇനിയിപ്പോൾ എല്ലാ തമിഴ്നാടിൻ്റെ ടൗൺഷിപ്പുകളിലും ഇതുപോലെ പൂ മാർക്കറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് തുളസിയാണ്. ഇത് നമ്മളുടെ എന്താ പറയുക, ഇതെന്താ അതിൻ്റെ പേര് പറയാ, പേരെന്താ പറയാ എല്ലാവരും? ആത്തുത്തല. ആഹാ, ഓക്കെ. ഇത് നമ്മുടെ വെള്ളത്തിലുണ്ടാവുന്നൊരു വള്ളിച്ചെടിയല്ലേ, വെള്ളത്തിൽ പടരുന്ന? ആറ്റിലുണ്ടാവും. ഓക്കെ. ഇത് നമ്മുടെ പാടത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സാധനം. എന്താ, ഒരു പൂ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പറയുന്നത്. കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഈ പാടത്തൊക്കെ വള്ളി പോലെ പടർന്നുണ്ടാവുന്നൊരു സംഭവം. ഇത് കറി വെക്കാൻ ഉപയോഗിക്കില്ല. ഇത് കറി വെക്കാൻ ഉപയോഗിക്കില്ല ഈ ഇല. മലയാളം தெரியாதா? ഞാൻ നല്ല രീതിയിൽ മലയാളം പറയാണ്. ഇങ്ങോട്ട് മാറി കഴിഞ്ഞാലേ ഇവിടെയൊക്കെ തുളസിയാണ്. ഇതെല്ലാം തുളസിയാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ തുളസി വന്നിരിക്കുകയാണ്. ഈ തുളസി ഒരു വലിയൊരു ബണ്ടിൽ കയറിപ്പോണ്. നല്ല തണുപ്പാണ്. ചെറിയ നീർവീഴ്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്.
കണ്ടോ, പൂ മാർക്കറ്റിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ശേഖരണമാണ്. ജമന്തി പൂക്കളുടെ ശേഖരണം നോക്കിയേ. എല്ലാം നല്ല ബിസിയിലാണ് കേട്ടോ. ധർമ്മപുരിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല. ഇതൊക്കെ പൂ വന്നിട്ടുള്ളതാണ്. ഇതൊരു അഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്താ പൂളിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഓട്ടോറിക്ഷ മുഴുവൻ പൂ വന്നിരിക്കുന്നതാണ്. എന്താ ഇതെങ്ങേന്ന് വരുന്നു പൂ തമ്പി, தெரியுமா? ലോക്കൽ തന്നെ, ലോക്കൽ വരുന്നുണ്ട്. ഇവിടെ ഒരു പൂക്കടയുണ്ട്. മാലയൊക്കെ നല്ല ഫ്രഷായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പൂക്കളുടെ ഒരു ലോകമാണ് കേട്ടോ. ഇവിടെയും ഇതൊക്കെ തന്നെ, എല്ലായിടത്തും ജമന്തി പൂവാണ് നിറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പൊങ്കൽ പ്രമാണിച്ച് വന്നിട്ടുള്ളതാണെന്ന് അറിയില്ല. ഞാൻ പൊങ്കലിൻ്റെ അന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് റോസാപ്പൂവിൻ്റെ ഒരു കുന്ന് കണ്ടോ? ഇത് ഫുള്ള് റോസാപ്പൂവാണ് കേട്ടോ. ഇവിടെ ചേച്ചി മാലയൊക്കെ കെട്ടി, നിറയെ മാല കെട്ടിയിരിക്കുന്നുണ്ട്. ധർമ്മപുരി എന്ന് പറഞ്ഞാൽ പൂന്ന് പറയേണ്ടി വരും അല്ലേ? പൂക്കളുടെ ലോകം എന്ന് പറയേണ്ടി വരും. അപ്പം ഇതിനർത്ഥം ധർമ്മപുരിക്ക് ചുറ്റും നിറയെ പൂന്തോട്ടങ്ങളുണ്ട്, അല്ലാതെ ഇത്രയും പൂക്കളോടെ വരില്ലല്ലോ. ഇതെല്ലാം എവിടേക്ക് പോകുന്നു എന്നുകൂടി ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്.
അപ്പോൾ കൂട്ടുകാരെ, ധർമ്മപുരിയിലത്തെ പൂക്കാഴ്ചകൾ കണ്ടില്ലേ? ഇനി അടുത്തൊരു കാഴ്ച നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ. അപ്പോൾ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. രാത്രി ഞാൻ ഇവിടേക്കൊക്കെ വന്നിറങ്ങിയിട്ട് നൈറ്റ് വ്ളോഗിങ് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സേലത്ത് പോയിട്ട് എനിക്ക് നൈറ്റ് വ്ളോഗിങ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല പേടി പറ്റി. അവിടുത്തെ ഒരു സാഹചര്യം എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല, സേലം ബസ് സ്റ്റാൻഡിന്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ പേടി തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പേടി ഇവരുടെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പോയി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം സേലത്ത് പോകുമ്പോഴും തമിഴ്നാടിൻ്റെ ഓരോ നൈറ്റ് ടൗൺഷിപ്പുകൾ കാണിക്കാം. അർദ്ധരാത്രിയുള്ള നൈറ്റ് വ്ളോഗിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തുടക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.